ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കത്തു സ്പേസ് ബുള്ളറ്റ്. എല്ലാവർക്കും നമസ്കാരം. 2025 ആദ്യത്തെ ടോപ്പിക് വൈസ് കറണ്ട് അഫെയർ ക്ലാസ്സാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് 2025 റിപ്പബ്ലിക് ഡേ ആണ്. പരീക്ഷകളിലെ ഏറ്റവും സജീവമായിട്ട് കാണുന്ന ഒരു ടോപ്പിക്കാണ് റിപ്പബ്ലിക് ഡേ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ചോദിക്കാൻ ഒരുപാട് ചാൻസ് കൂടുതലുള്ളതാണ് കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ടും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം 2025 കഴിഞ്ഞ ഈ റിപ്പബ്ലിക് എന്ന് പറയുന്നത് 76ാമത് റിപ്പബ്ലിക് ഡേ ആണ്. ഓക്കെ, ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ഡേ ആയിരുന്നു. അതുപോലെ തന്നെ 75ാമത് വാർഷികം കൂടിയാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, റിപ്പബ്ലിക് ദിനം എത്രാമത്തെ ആനിവേഴ്സറി ആയിരുന്നു അല്ലെങ്കിൽ വാർഷികമായിരുന്നു എന്ന് ചോദിച്ചാൽ 75ാമത്. അതുപോലെ തന്നെ 76ാമത് റിപ്പബ്ലിക് ഡേ ആയിരുന്നു 2025 കഴിഞ്ഞത്. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ 2025 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി പ്രഭാവോ സുബിയാന്തോ ആണ്. പ്രഭാവോ സുബിയാന്തോ ആണ് 2025 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി. അദ്ദേഹം ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണെന്ന് കൂടി ഓർത്തിരിക്കുക. രാജ്യം ഓർക്കണേ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രഭാവോ സുബിയാന്തോ ആയിരുന്നു നമ്മുടെ 2025 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി. ഇനി ശ്രദ്ധിക്കുക, 2025 റിപ്പബ്ലിക് ദിനത്തിൽ പങ്കെടുത്ത കേരളത്തിലെ ആദിവാസി രാജാവാണ് രാമൻ രാജമന്നൻ. അദ്ദേഹം ഇടുക്കി ജില്ലയിലെ മണ്ണാൻ ഗോത്ര വിഭാഗത്തിൽ പെടുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ കേരളത്തിലെ ആദിവാസി രാജാവായിട്ടുള്ള രാമൻ രാജമന്നൻ ഒരു അതിഥിയായിരുന്നു, റിപ്പബ്ലിക്കിന് ഒരു അതിഥിയായിരുന്നു. 2025 റിപ്പബ്ലിക് ദിനത്തിൽ പങ്കെടുത്ത കേരളത്തിലെ ആദിവാസി രാജാവായിരുന്നു രാമൻ രാജമന്നൻ. അദ്ദേഹം മണ്ണാൻ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഇടുക്കിക്കാരനായിട്ടുള്ള ഒരു ഗോത്ര രാജാവാണെന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ, റിപ്പബ്ലിക് ദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചത് നമുക്കറിയാമല്ലേ, കേരള ഗവർണറായിരിക്കും. ഇപ്പോഴത്തെ കേരള ഗവർണർ ആരാണ്? രാജേന്ദ്ര അർലേക്കറാണ്. ഓക്കെ, രാജേന്ദ്ര അർലേക്കറാണ് നമ്മുടെ കേരള ഗവർണർ. അദ്ദേഹമായിരുന്നു റിപ്പബ്ലിക് ദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചത്. നെക്സ്റ്റ്, റിപ്പബ്ലിക് ദിന പരേഡിൽ വനിതകൾക്ക് മാത്രമുള്ള CRPFൻ്റെ സംഘത്തെ നയിച്ചത് പൂനം ഗുപ്തയാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റിപ്പബ്ലിക് ദിന പരേഡിൽ വനിതകൾക്ക് മാത്രമുള്ള CRPFൻ്റെ സംഘത്തെ നയിച്ചത് പൂനം ഗുപ്ത. ഇമ്പോർട്ടൻ്റ് ആണ്, ചാൻസ് കൂടുതലാണ് ചോദിക്കാൻ. ഇനി നമുക്കറിയാം, നമ്മുടെ റിപ്പബ്ലിക് ദിനങ്ങളിൽ എപ്പോഴും ടാബ്ലോകളൊക്കെ വരാറുണ്ട്, നിശ്ചല ദൃശ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ 2025 റിപ്പബ്ലിക് ദിനത്തിൽ നിശ്ചല ദൃശ്യം അല്ലെങ്കിൽ ടാബ്ലോയുടെ പ്രമേയം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സുവർണ്ണ ഭാരതം പൈതൃകവും വികസനവും എന്നുള്ളതാണ്. ഓക്കെ, സുവർണ്ണ ഭാരതം പൈതൃകവും വികസനവും എന്നുള്ളതാണ് 2025 റിപ്പബ്ലിക് ദിന ടാബ്ലോകളുടെയൊക്കെ മൊത്തത്തിലുള്ളൊരു പ്രമേയം. ഓക്കെ, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഗോൾഡൻ ഇന്ത്യ ഹെറിറ്റേജ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയാം. ഓക്കെ, ഗോൾഡൻ ഇന്ത്യ ഹെറിറ്റേജ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇതായിരുന്നു മൊത്തത്തിൽ ടാബ്ലോസിൻ്റെ ഒരു തീം. കിട്ടിയല്ലോ. ഇനി ഈ ഒരു ടാബ്ലോസിൽ 2 ടാബ്ലോകളുടെ പ്രത്യേകത പറയാം. ഭരണഘടനയുടെ 75 വർഷങ്ങൾ പ്രതിനിധീകരിച്ചിട്ടുള്ള ടാബ്ലോകളായിരുന്നു 2 എണ്ണം. ഓക്കെ, മൊത്തം ടാബ്ലോകളിൽ 2 ടാബ്ലോ ഭരണഘടനയുടെ 75 വർഷങ്ങൾ പ്രതിനിധീകരിച്ചിട്ട് ഉള്ളതായിരുന്നു എന്ന് ഓർത്തിരിക്കുക. ഇനി എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് മികച്ച ടാബ്ലോക്കുള്ള പുരസ്കാരം നേടുന്ന സംസ്ഥാനങ്ങൾ ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ മികച്ച ടാബ്ലോ പുരസ്കാരം നേടിയത് ഉത്തർപ്രദേശാണ്. കുംഭമേളയായിരുന്നു അതിൻ്റെ പ്രമേയം. ഓർത്തിരിക്കുക കേട്ടോ, തീമടക്കം ചോദിക്കാറുണ്ട്. അപ്പോൾ 2025 റിപ്പബ്ലിക് ദിനത്തിലെ മികച്ച ടാബ്ലോ പുരസ്കാരം നേടിയത് ഉത്തർപ്രദേശാണ്. പ്രമേയം കുംഭമേളയായിരുന്നു. ഇനി രണ്ടാം സ്ഥാനം നേടിയിട്ടുള്ളത് ത്രിപുരയാണ്. പൈതൃകവും വികസനവും എന്നുള്ളതാണ് തീം, പൈതൃകവും വികസനവും. ദെൻ തേർഡ് വന്നത് ആന്ധ്രാപ്രദേശാണ്. മരങ്ങൾ കൊണ്ടുണ്ടാക്കിയ കളിപ്പാട്ടങ്ങൾ എന്നുള്ളൊരിതായിരുന്നു ആന്ധ്രാപ്രദേശിൻ്റെ ടാബ്ലോ. കിട്ടിയല്ലോ. അപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിലെ മികച്ച ടാബ്ലോ പുരസ്കാരം നേടിയത് ഉത്തർപ്രദേശ്. കുംഭമേള എന്നുള്ള തീം ഓർത്തിരിക്കുക. സെക്കൻഡ് ത്രിപുരയ്ക്കും തേർഡ് ആന്ധ്രാപ്രദേശിനും ലഭിച്ചു. അപ്പോൾ ഇനി അടുത്തത് കേന്ദ്ര മന്ത്രാലയങ്ങൾ അവതരിപ്പിച്ച ടാബ്ലോയിൽ 1ാം സ്ഥാനം നേടിയ മന്ത്രാലയം പട്ടികവർഗ മന്ത്രാലയമാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ മികച്ച ടാബ്ലോ നമുക്കറിയാം, ആദ്യം കിട്ടിയതാർക്കാണ്? ഉത്തർപ്രദേശാണ്, പിന്നെ ത്രിപുര, ആന്ധ്രാപ്രദേശ്. ഇതാണ് ആ ഓർഡർ. അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രാലയങ്ങൾ അവതരിപ്പിച്ച ടാബ്ലോ ആണെങ്കിൽ അതിൽ 1ാം സ്ഥാനം നേടിയത് പട്ടികവർഗ മന്ത്രാലയം അവതരിപ്പിച്ച ടാബ്ലോ ഒക്കെയാണ്. ഓക്കെ, ഇനി മൈ ഗവ് പോർട്ടൽ ഓൺലൈൻ വോട്ടിംഗ് ഉണ്ടായിരുന്നു. മൈ ഗവ് എന്ന് പറഞ്ഞിട്ടൊരു പോർട്ടലുണ്ട്. അതിൽ ഓൺലൈൻ വോട്ടിംഗ് പ്രകാരം മികച്ച ടാബ്ലോ, ബെസ്റ്റ് ടാബ്ലോക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഗുജറാത്തിനാണ്. മാറിപ്പോണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഗുജറാത്തിനാണ്. 2ാമത് ഉത്തർപ്രദേശ്, 3ാമത് ഉത്തരാഖണ്ഡ്. ഓക്കെ, മൈ ഗവ് പോർട്ടലിൽ ഓൺലൈൻ വോട്ടിംഗ് പ്രകാരം മികച്ച ടാബ്ലോ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഗുജറാത്തിനാണ് 1ാം സ്ഥാനം. 2ാം സ്ഥാനം ഉത്തർപ്രദേശ്, 3ാം സ്ഥാനം ഉത്തരാഖണ്ഡ്. ഇനി അവർ സെലക്ട് ചെയ്ത ഓൺലൈൻ വോട്ടിംഗ് പ്രകാരം മികച്ച മന്ത്രാലയത്തിനുള്ള അവാർഡ് കിട്ടിയത് വനിതാ ശിശു വികസന മന്ത്രാലയത്തിലാണെന്ന് കൂടി ഓർത്തിരിക്കുക. ഓക്കെ, ഓൺലൈൻ പോർട്ടൽ വഴി മികച്ച മന്ത്രാലയത്തിനുള്ളത് വനിതാ ശിശു വികസന മന്ത്രാലയത്തിനാണ് ലഭിച്ചിട്ടുള്ളത്.
ഓക്കെ, ഇനി ശ്രദ്ധിക്കുക കേട്ടോ. പരേഡിൽ DRDO അവതരിപ്പിച്ച അല്ലെങ്കിൽ പ്രദർശിപ്പിച്ച തദ്ദേശ ദൂര അർദ്ധ ബാലിസ്റ്റിക് മിസൈലാണ് പ്രളയ്. നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ DRDO പ്രദർശിപ്പിച്ച തദ്ദേശ ദൂര അർദ്ധ ബാലിസ്റ്റിക് മിസൈൽ പ്രളയ് എന്ന പേരിൽ അറിയപ്പെടുന്നു. പ്രളയാണ് കേട്ടോ, ശ്രദ്ധിക്കുക. ഇനി മോട്ടോർ സൈക്കിളിൽ ഏറ്റവും ഉയരമുള്ള മനുഷ്യ പിരമിഡ് തീർത്ത് റെക്കോർഡ് നേടിയ ഇന്ത്യൻ കരസേനയുടെ റൈഡർ സംഘമാണ് ഡെയർ ഡെവിൾസ്. ഇമ്പോർട്ടൻ്റ് ആണ്. മോട്ടോർ സൈക്കിളിൽ ഏറ്റവും ഉയരമുള്ള മനുഷ്യ പിരമിഡ് തീർത്ത് റെക്കോർഡ് നേടിയ ഇന്ത്യൻ കരസേനയുടെ റൈഡർ സംഘമാണ് ഡെയർ ഡെവിൾസ്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സ്കൂളുകളിൽ ഇനി മുതൽ റിപ്പബ്ലിക് ദിനങ്ങൾ പ്രവൃത്തി ദിവസമാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇനി മുതലുള്ള റിപ്പബ്ലിക് ദിനങ്ങൾ സ്കൂളുകളിൽ പ്രവൃത്തി ദിവസമാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, റിപ്പബ്ലിക് ദിന അതിഥികളിൽ കേരളീയരുടെ എണ്ണം 22 ആണ്. ഓക്കെ, എത്ര കേരളീയരാണ് റിപ്പബ്ലിക് ദിന അതിഥികളായിട്ട് ഉണ്ടായിരുന്നത്? 22 പേരാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മിനിമം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ് കേട്ടോ, ഇതിലൊന്നും ഒഴിവാക്കാനായിട്ടില്ല. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ആഘോഷ പരിപാടികൾക്കൊക്കെ നൽകുന്ന ഇൻവിറ്റേഷൻ ബോക്സിൽ ഉൾപ്പെടുന്ന GI ടാഗ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്രാഫ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പോച്ചമ്പള്ളി ഇക്കത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ടൈപ്പ് സാരി പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ ആ ഒരു പോച്ചമ്പള്ളി ഇക്കത്ത് തെലങ്കാന സംസ്ഥാനത്തെയാണ്. അതുപോലെ തന്നെ എറ്റിക്കൊപ്പക്ക കളിപ്പാട്ടങ്ങൾ, അത് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള GI ടാഗ് ലഭിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ്, കാഞ്ചീപുരം സിൽക്കിൻ്റെ പൗച്ച് തമിഴ്നാടിൽ നിന്നും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും GI ടാഗ് കിട്ടിയിട്ടുള്ള ക്രാഫ്റ്റഡ് പ്രൊഡക്റ്റുകളാണ്. ഈ പ്രൊഡക്റ്റുകൾ നമ്മുടെ ഇൻവിറ്റേഷൻ ബോക്സിൽ, അതായത് ആഘോഷ പരിപാടികൾക്ക് നൽകുന്ന ഇൻവിറ്റേഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നും കൂടി ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും ഓർത്തിരിക്കുക. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം. താങ്ക് യു.